Hi friends, welcome back to our channel. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹെലികോപ്റ്റർ കേടുവന്ന ഹെലികോപ്റ്റർ നമ്മൾ നന്നാക്കി പറപ്പിക്കുകയാണ്. ഇതിൻ്റെ മുമ്പേ നമ്മൾ ഇതിൻ്റെ ഊരുന്നൊക്കെ വീഡിയോ കാണിച്ചിട്ട് നമ്മൾ പറപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ കേട് വന്ന ഈ RC ഹെലികോപ്റ്റർ നന്നാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ രണ്ട് പാർട്ടായിട്ട് വീഡിയോ ചെയ്തിരുന്നു. ഒന്ന് ഹെലികോപ്റ്റർ എങ്ങനെയാണ് പറക്കുന്നതിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതുപോലെ തന്നെ രണ്ടാമത്തെ പാർട്ട് നമ്മൾ ഒരു ഹെലികോപ്റ്റർ നമ്മൾ അയച്ചിട്ട് അതിൻ്റെ പാർട്സുകളൊക്കെ പരിചയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് ചെയ്യുന്നില്ല. അതെങ്ങനെ നന്നാക്കുന്നത് എങ്ങനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹെലികോപ്റ്ററിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ ഇതിൽ ബാറ്ററി പോയിട്ട് വർക്കാകുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ടീത്ത്, അതായത് നമ്മുടെ ഗിയർ ഉള്ള മോട്ടർ, അതായത് കോർലെസ് മോട്ടറിൻ്റെ ടീത്ത് കംപ്ലയിൻ്റ് ആയിരുന്നു. അത് ഫൈബറിൻ്റെതായിരുന്നു. അപ്പോൾ അതും കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിരുന്ന ഈ ഒരു ഹെലികോപ്റ്ററിൻ്റെ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹെലികോപ്റ്ററിൻ്റെ റിമോട്ട് പെയർ ആവുന്നില്ലായിരുന്നു, വർക്കിംഗ് അല്ല. അതിൻ്റെ ഒരു ബാറ്ററിയും അതിൻ്റെ ഈ കോർലെസ് മോട്ടറിൻ്റെ ടീത്തും നമ്മൾ ഈ ഒരു ഹെലികോപ്റ്ററിൻ്റെ മോട്ടറിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്. ഈ ഹെലികോപ്റ്ററിൻ്റെ ടീത്ത് നമുക്ക് മാറ്റണമെങ്കിൽ ഇതിൻ്റെ കോർലെസ് മോട്ടർ നമ്മൾ ഊരിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഒരു മോട്ടർ ഊരുന്നത് കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് നേരത്തെ ടോപ്പിലായത് മാത്രം അയച്ചാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ സ്റ്റീലിൻ്റെ ബോഡി വരുന്നത് കൊണ്ട് ഇതിൻ്റെ രണ്ട് ഭാഗത്തുള്ള സ്ക്രൂ അയച്ചതിന് ശേഷം സ്റ്റീലിൻ്റെ ബോഡി ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് മോട്ടർ പുറത്തേക്ക് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്ക്രൂ അയക്കുന്ന വീഡിയോസ് ഞാൻ ഇടുന്നില്ല. അപ്പോൾ നേരെ സ്ക്രൂ അയച്ചതിന് ശേഷമുള്ള വീഡിയോ നമുക്ക് കാണിക്കാം. അപ്പോൾ സ്റ്റീലിൻ്റെ എടുക്കാൻ വേണ്ടി എല്ലാ സ്ക്രൂ നമ്മൾ ഊരിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ എല്ലാ സ്ക്രൂ ഊരിയതിന് ശേഷം നമ്മൾ ആ സ്റ്റീലിൻ്റെ രണ്ട് ഭാഗത്തുള്ള സ്റ്റീൽ നമ്മൾ റിലീസാക്കിയതിന് ശേഷം നമുക്ക് കാണാം മുകളിലെ ടോപ്പിലെ ആ കേസ് നമ്മൾ ഫ്രീ ആയിരിക്കുകയാണ്. അപ്പോൾ നേരെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് മോട്ടർ ഊരിയെടുക്കാം. നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ മുകളിൽ ഈ രണ്ട് ഷാഫ്റ്റ് നമ്മൾ റിലീസാക്കണം. മുകളിലത്തെ ഷാഫ്റ്റ് നമ്മൾ സ്ക്രൂ ഊരി കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ഷാഫ്റ്റ് മൊത്തത്തിൽ പോരും. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രൊപ്പല്ലർ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അത് നേരെ ഊരി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഗിയറും പോരും. ഗിയർ മോട്ടറിൻ്റെ മുകളിലേക്ക് കണക്ട് ചെയ്യുന്ന ഗിയർ നമുക്ക് ഊരി കയ്യിൽ വരും. ഈ ഒരു ഗിയർ നമ്മൾ കംപ്ലൈൻറ്റ് ഉള്ളതാണ്. അപ്പോൾ ഈ ഗിയർ ഒഴിവാക്കിയിട്ട് നമ്മൾ നേരത്തെ ഊരിയുന്ന ഹെലികോപ്റ്ററിൻ്റെ അതിൻ്റെ ഗിയറും അതുപോലെ തന്നെ മോട്ടറിൻ്റെ മുകളിൽ അതിൻ്റെ ഗിയറും പാടെ നമ്മൾ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഫൈബർ ഗിയർ മാറ്റി നമ്മൾ മെറ്റൽ ഗിയറാണ് യൂസ് ചെയ്യുന്നത്. കോർലെസ് മോഡലിൽ നമ്മൾ മെറ്റൽ ഗിയർ ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇളകി പോകാതിരിക്കാൻ വേണ്ടി വുഡ് ഫില്ലാണ് നമ്മൾ പശ തേച്ച് ഒട്ടിച്ചിരിക്കുന്നത്. നമ്മുടെ നല്ല RPM കറങ്ങുന്നതുകൊണ്ട് അത് സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടി പശ തേച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മോട്ടറിൻ്റെ വർക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് നേരെ ഇതിൽ ബാറ്ററി നമ്മൾ ആഡ് ചെയ്യണം. ബാറ്ററി ആഡ് ചെയ്യാൻ നമുക്ക് നേരത്തെ വെച്ചിരുന്ന വേറൊരു ഹെലികോപ്റ്ററിൻ്റെ ബാറ്ററിയാണ് ഇതിലേക്ക് സോൾഡർ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഇതിൻ്റെ സോൾഡറിങ് അതുപോലെ തന്നെ നമ്മുടെ മോട്ടറും ഇതിൻ്റെ ഗിയറും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ കേസ് നമ്മൾ അടയ്ക്കണം. അപ്പോൾ നേരെ കേസ് അടയ്ക്കാൻ വേണ്ടി അതിൻ്റെ സ്ക്രൂ നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ ഫുള്ള് വർക്കും കഴിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഫ്ലൈ അടിച്ച് നോക്കണം, കറക്റ്റായിട്ട് പറക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.